വടക്കൻ കേരളത്തിൽ പണിമുടക്ക് പൂർണ്ണം. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ട്രേഡ് യൂണിയനുകൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. മലപ്പുറം കോട്ടക്കലിൽ നടന്ന ഐക്യദാർഢ്യ പരിപാടി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കുള്ള താക്കീതായി വടക്കൻ കേരളത്തിൽ പണിമുടക്ക് മാറി. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. KSRTC സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല. വളരെ കുറച്ച് സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. പണിമുടക്കിയ തൊഴിലാളികൾ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലയിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ 110 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കാസർഗോഡ് നഗരത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനം CPIM ജില്ലാ സെക്രട്ടറി M രാജഗോപാൽ MLA ഉദ്ഘാടനം ചെയ്തു. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് CB ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. പണിമുടക്കിയ തൊഴിലാളികൾ കോഴിക്കോട് ആദായനികുതി ഓഫീസിലേക്ക് പ്രകടനം നടത്തി. ധർണ CITU അഖിലേന്ത്യാ സെക്രട്ടറി KN ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് തലങ്ങളിലും തൊഴിലാളികളുടെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മലപ്പുറത്തും പണിമുടക്ക് പൂർണ്ണമാണ്. LDF വടക്കൻ മേഖലാ ജാഥയുടെ പര്യടനം ഒഴിവാക്കി മലപ്പുറം കോട്ടക്കലിൽ സംഘടിപ്പിച്ച ഐക്യദാർഢ്യ പരിപാടിയിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുത്തു. കേരളത്തിൽ തൊഴിലാളി ഐക്യത്തെ കോൺഗ്രസ് ഇല്ലാതാക്കുന്നുവെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ജനകീയ പ്രതിരോധമാണ് ഇന്ന് അഖിലേന്ത്യാ പണിമുടക്ക് എന്ന രീതിയിൽ സംഘടിപ്പിക്കുന്നത്. നമ്മൾ ഇന്ത്യയിലെ ഈ പണിമുടക്കിനെ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ ഉജ്ജ്വല പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. ഇത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കാരണം കൊണ്ട് തൊഴിലാളി വർഗത്തിൻ്റെ പോരാട്ടങ്ങളെയും സമരങ്ങളെയും ഛിന്ന ഭിന്നമാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. INTC-കാർ തന്നെ പറഞ്ഞത് ഞങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വം അനുവദിക്കുന്നില്ല എന്നാണ്. വയനാട് തോട്ടം മേഖലയും ടൂറിസം മേഖലയും പൊതുഗതാഗതവും സ്തംഭിച്ചു. പണിമുടക്കിന്റെ ഭാഗമായി വയനാട് കൽപ്പറ്റ, മേപ്പാടി, മാനന്തവാടി, ബത്തേരി എന്നിവിടങ്ങളിൽ ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. കൽപ്പറ്റയിൽ നടന്ന പരിപാടി CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു. കഞ്ചിക്കോട് വ്യവസായ മേഖലയടക്കം സ്തംഭിച്ചുകൊണ്ട് പാലക്കാട് പണിമുടക്ക് പൂർണ്ണമാണ്. കോയമ്പത്തൂരിൽ നിന്നുള്ള തമിഴ്നാട് സർക്കാർ ബസ്സുകൾ പാലക്കാട് സർവീസ് നിർത്തിവെച്ചു. പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് ജില്ലയിലെ 96 കേന്ദ്രങ്ങളിൽ പ്രകടനവും പ്രതിഷേധ യോഗങ്ങളും ചേർന്നു. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേർന്ന പ്രതിഷേധ യോഗം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ്, കോഴിക്കോട്.